റംസാൻ വിഷു ചന്തകൾ തടഞ്ഞ നടപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ ചേർന്നു. ശ്രീകാന്ത്, 25ഓളം ചന്തകൾ നേരത്തെ തന്നെ അപേക്ഷ നൽകിയതാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഇത്തവണ മാത്രമാണ് ഇതിന് ഒരു മുടക്കമുണ്ടാകുന്നത് എന്നൊക്കെ തരത്തിൽ സംസ്ഥാനം പറയുന്നുണ്ടായിരുന്നു. കമ്മീഷന്റെ നിലപാട് എന്താണ്? ഈ റംസാൻ വിഷു ചന്തകൾക്കായി ഏകദേശം 5 കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് തടസ്സം നിന്നു. അത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് കൺസ്യൂമർ ഫെഡ് ഹർജിയുമായി എത്തി. അതിനാണ് ഇപ്പോൾ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. ഇത്തരം ചന്തകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. മാത്രമല്ല, ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എസ് ശ്രീകാന്താണ്. പെരുന്നാൾ, റംസാൻ, വിഷു ചന്തകൾ ഉണ്ടാവാറുണ്ട്, അതെല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഇക്കുറിയാണ് അതിനൊരു തടയിടൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി തരണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്.